ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ കളക്ഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരും അതിൻ്റെ കെയറിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. നമുക്കറിയാം, അഗ്ലോണിമ പ്ലാന്റിന് ചൈനീസ് എവർഗ്രീൻ എന്നും പറയാറുണ്ട്. ഇലയുടെ ഷേപ്പിലും അതുപോലെ തന്നെ ഇലയുടെ കളറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ വ്യത്യാസം പെട്ടെന്ന് ശ്രദ്ധിച്ചാലൊന്നും നമ്മൾ മനസ്സിലാവില്ലെങ്കിലും ചില പ്ലാന്റിനും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും എല്ലാ അഗ്ലോണിമ പ്ലാന്റിനും ഓരോരോ പേരുണ്ട് കേട്ടോ. നമുക്ക് ലോ ലൈറ്റിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഏതൊരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ചെടി നന്നായിട്ട് വളരും കേട്ടോ. സോയിലൊന്ന് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. മാസത്തിലൊരിക്കൽ നമ്മൾ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്തുള്ള പോട്ടി മിക്സ് നല്ല ശരിയായിട്ടുള്ള കറക്റ്റ് പോട്ടി മിക്സിൽ നമ്മൾ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ തൈകൾ നട്ട് കൊടുക്കുക. തൈകൾ പെട്ടെന്ന് ബേബി പ്ലാന്റ് ഉണ്ടാകാനുള്ള, അതുപോലെ തന്നെ ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ടിപ്സൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എൻ്റെ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. 100-ലധികം അഗ്ലോണിമ പ്ലാന്റ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റും കൂടി കേട്ടോ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിൽ, അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ, അതുപോലെ തന്നെ ഓഫീസ് ടേബിളിൽ, അതുപോലെ തന്നെ നമുക്ക് റൂമിലൊക്കെ തന്നെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ. കുറച്ചൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു വൈറ്റും ഗ്രീനൊക്കെ കൂടുന്ന അഗ്ലോണിമ പ്ലാന്റ് കുറച്ച് വെളിച്ചം കുറഞ്ഞ സ്ഥലത്തായാലും പ്രശ്നമില്ല. ഇങ്ങനത്തെയുള്ള ചെടികൾ നമ്മൾ കുറച്ച് വെളിച്ചം കുറവുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന, അതായത് കുറച്ച് ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഒരു വൈറ്റ് റെയിൻ ആണ് ഇതിൻ്റെ പേര്. ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടത്. നല്ലൊരു അഗ്ലോണിമ പ്ലാന്റ് ആണിത്. ഇതിന് സിൽവർ കിങ്ങും പേരുണ്ട് കേട്ടോ. സിൽവർ കിങ് എന്നും പേരുണ്ട്. ഇപ്പോൾ അതല്ല ഇതിൻ്റെ ശരിയായ പേര് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേബി പ്ലാന്റ് തന്നെ കണ്ടില്ലേ, ഇതിൽ നല്ല വലിപ്പത്തിനാണ് ബേബി പ്ലാന്റ് തന്നെ ഉണ്ടാകുന്നത്. നല്ല ഗ്രീനിലും വൈറ്റ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. രണ്ടാമത്തേതാണ് ഇത് റെഡ് എമറാൾഡ്. അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ റെഡ് എമറാൾഡ്. അപ്പോൾ ഈ റെഡ് എമറാൾഡിന് നല്ല വലുപ്പമുള്ള ലീഫാണ്. അതുപോലെ തന്നെ ലീഫിന് നല്ല ഗ്രീന്, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും നല്ല റെഡും ഒക്കെ കൂടിയിട്ട് ഇതിന് റെഡ് അഗ്ലോണിമ എന്നും പറയുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബി പ്ലാന്റ് ഒത്തിരി കിട്ടുന്നൊരു പ്ലാന്റ് ആട്ടോ. മൂന്നാമത്തേതാണ് ഞാൻ ചൈന റെഡ് എന്നൊക്കെ പറയുന്നത്. ഞാനിതിന് പറയുന്നത് റെഡ് അഗ്ലോണിമ എന്നാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ഇപ്പോൾ ചൈന റെഡ് ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് വെളിച്ചം കിട്ടുന്ന, അതായത് ഒരുപാട് സൺലൈറ്റ് ഇല്ലാത്ത ഒരു ഏരിയയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേരാണ് പിങ്ക് ഡാൽമേഷ്യൻ. ഇത് നല്ല ഭംഗിയാണ്. നല്ല ഗ്രീനും പിങ്കും ഒക്കെ കലർന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ഫോണിലൂടെ എത്രത്തോളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന്. ഇത് നമുക്ക് ബേബി പ്ലാന്റ് പെട്ടെന്ന് വരുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ പെട്ടെന്ന് ബേബി പ്ലാന്റ് വരാൻ കുറച്ചൊരു താമസമുണ്ട്. നന്നായിട്ട് കെയർ ചെയ്യണം. ഇത് നമുക്ക് ബേബി പ്ലാന്റ് പെട്ടെന്ന് വരുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് അഗ്ലോണിമ ഡോണ കാർമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന് പിങ്ക് മൂൺ എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് അല്ല, നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റിലൂടെ പേരൊന്ന് പറയാം. ഇത് കുറച്ച് നാടൻ വെറൈറ്റി പോലെയുള്ള ഒരു ചെടിയാണ്. ഇതിന് ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീനും സെൻറ്ററിൽ കൂടിയ നല്ലൊരു റെഡും കൂടിയിട്ട് നല്ലൊരു ഭംഗിയുള്ള കുറച്ച് നീളമുള്ള ലീഫാണ് കേട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെയൊക്കെ കെയറിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് നമ്മൾ അധികം നനയ്ക്കാതെ, കൂടുതൽ നനവില്ലാണ്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അഗ്ലോണിമ ഡോണ കാർമൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ.
അടുത്തതാണ് നമ്മുടെ പിങ്ക് ലെഗസി പ്ലാന്റ്. ഇതിൻ്റെ ഒരുപാട് തൈകൾ, ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് പിങ്ക് ലെഗസി പ്ലാന്റിനെ കാണാൻ. ഒത്തിരി ബേബി പ്ലാന്റ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. നല്ല ഭംഗിയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലൊക്കെ തോന്നിക്കുന്ന നല്ല റെഡ് കളറൊക്കെ വന്നിട്ട് നല്ല പിങ്ക് കേട്ടോ. പിങ്ക് പെട്ടെന്ന് നോക്കുമ്പോൾ റെഡൊക്കെ തോന്നുന്ന നല്ലൊരു ഭംഗിയുള്ള പിങ്ക് ലെഗസി പ്ലാന്റ് കേട്ടോ. അടുത്തതാണ് ഗ്രീൻ ലെഗസി പ്ലാന്റ്. ഇതിൻ്റെ തന്നെ വൈറ്റ് ലെഗസി പ്ലാന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് ഗ്രീൻ ലെഗസി പ്ലാന്റ് ആണ്. ഇത് എൻ്റെ അടുത്ത് ഒരു തയ്യേ ഉള്ളൂ. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ സ്നോ വൈറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഇതിലും നമുക്ക് ബേബി പ്ലാന്റ് കിട്ടുന്നതാണ്. നല്ല കുറച്ചും കൂടി ഇതിൻ്റെ ചട്ടിയിൽ ഭംഗിയായിട്ട് തിക്കായിട്ട് നല്ല വലിപ്പമുള്ള ലീഫായിട്ട് വളരുന്ന നല്ല വൈറ്റിൽ പിന്നെ ഗ്രീനിൽ വൈറ്റ് ഇങ്ങനെ വാരി വെതറിയ പോലുള്ള സ്നോ വൈറ്റ് ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ. അഗ്ലോണിമയിലും ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വെയിലുള്ള കുറച്ച് വെളിച്ചം കിട്ടുന്നത്, അതായത് കുറച്ച് നേരിയ തോതിലൊക്കെ വെളിച്ചം സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെഡിഷ് കളറ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തതാണ് നമുക്ക് ഏത് ഈ ഒരു പിന്നെ റെഡ് ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞു, ഈ ഒരു ചെടി കേട്ടോ. ഇത് നല്ല ഓർണമെൻ്റൽ അഗ്ലോണിമ പിങ്ക് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എറ്റ റോസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നല്ല ഭംഗിയുള്ളത് ഫോണിലൂടെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ലൈറ്റ് ഒരു പിങ്ക് നിറത്തിലാണ് കേട്ടോ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓർണമെൻ്റൽ അഗ്ലോണിമ പിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. എറ്റ റോസ് എന്നും പറയും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് അഗ്ലോണിമ കോസ്റ്റാറ്റ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ്. ഇത് ഗ്രീനിൽ വൈറ്റ് ആണ്. ഇത് നല്ല നമുക്ക് നന്നായിട്ട് ബേബി പ്ലാന്റും വരും. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയൊക്കെ നല്ല ഭംഗിയിൽ തോന്നിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് അഗ്ലോണിമയിൽ വേറൊരു ഇതല്ല, സൂപ്പർ ഇതാണ് സ്നോ വൈറ്റ് അല്ല, വേറൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റിനെ തരംതിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക്കാണ്. ഇതിന് നേരത്തെ കാണിച്ചത് നമ്മൾ റെഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇത് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടുത്തത് ഇതൊരു നാടൻ അഗ്ലോണിമ പ്ലാന്റാണ്. പണ്ടേ കണ്ടുവരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതൊരു ലൈറ്റ് യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. ഇതിനും ബേബി പ്ലാന്റ് പെട്ടെന്ന് വരില്ലെങ്കിലും ഇതിനും ബേബി പ്ലാന്റ് വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ പ്ലാന്റ് എന്നൊക്കെ ഞാൻ ഇതിന് പറയുന്ന പേര്, ഞാൻ കൊടുത്ത പേര്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇത്രത്തോളം ഒരു 17 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.